സമയം പോകും ടീച്ചറമ്മേ. ഏട്ടൻ റെഡിയായിട്ട് പോലുമില്ല. ഞാൻ നടന്നു പോയിക്കോളാം. ഞാൻ മഹിയോട് പറഞ്ഞതാണല്ലോ മോളെ ഒന്ന് കൊണ്ടുപോയി വിടണമെന്ന്. എന്നിട്ട് അവൻ ഇതുവരെയും റെഡിയായില്ലേ? പോകാം ഗൗരി. പിന്നീട് മഹിയുടെ ശബ്ദം കേട്ടും ഗൗരി ഞെട്ടി. ഇവൻ ഇത്രയും പെട്ടെന്ന് ഒരുങ്ങി വരുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഈശ്വര, പണി തരാനാണ്. അവരെ നോക്കി തലയാട്ടിക്കൊണ്ട് ഗൗരി ചെരുപ്പം എടുത്ത് കാലിലേക്കിടും. മഹി വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഗൗരി ചെന്ന് ഗേറ്റിൻ്റെ ഓടാമ്പലെടുത്തു. ഡോർ തുറന്ന് അവളും കയറിയതും വണ്ടിയെടുത്ത് ഒരൊറ്റ പാച്ചിലായിരുന്നു മഹി. ഗൗരി കണ്ണുകളെടുത്ത് ശ്വാസം പോലും പിടിച്ചു വെച്ചാണ് ഇരിക്കുന്നത്. സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ മുന്നിലെത്തിയതും വണ്ടി നിന്നും. ഗൗരി കണ്ണ് തുറന്നു. തലചെരിച്ച് നോക്കിയപ്പോൾ കണ്ടു ഗൗരവത്തിലിരിക്കുന്ന മഹിയെ. ഗൗരിക്കാണെങ്കിൽ വല്ലാത്ത വിങ്ങൽ പോലെ തോന്നി. മഹിയേട്ടാ, അവൾ മെല്ലെ വിളിച്ചു. അവൻ ഗൗരിയെ നോക്കി. വേദനിച്ചോ? അവൾ ചോദിച്ചതും അവൻ ഗൗരിയെ ദേഷ്യത്തിൽ നോക്കി. എന്നിട്ട് ഷർട്ടിൻ്റെ ബട്ടൺ ഊരി. അവൾ കടിച്ച പാടപ്പോഴും അങ്ങനെ തന്നെ ചുവന്ന് കിടക്കുന്നു. കണ്ടല്ലോ നീ, നിന്റെ നെഞ്ചിലും ഇതുപോലെ ഒരു പാട് തരും ഞാനിന്ന് തന്നെ. എന്നിട്ട് നീ പറയും വേദനിക്കുമോ ഇല്ലയോ എന്ന്. അവനത് പറയുകയും ഗൗരിക്ക് വയറ്റിലൊരു ആന്തലായിരുന്നു. ഇറങ്ങാം, എനിക്ക് സമയം പോകുന്നു. അത് മഹിയേട്ടൻ അങ്ങനെ എന്നെ പിടിച്ച് നിങ്ങളുടെ ദേഹത്തേക്ക് ഇട്ടത് കൊണ്ടല്ലേ? പെട്ടെന്ന് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടായിരുന്നു. അവൾ കൈവിരലുകൾ കോർത്തും അഴിച്ചും അവനെ നോക്കി പറഞ്ഞു. എന്നാ എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. ഇപ്പം തൽക്കാലം നീ ഇറങ്ങി പോകാൻ നോക്ക്. ഇതെന്താ മഹിയേട്ടാ കൊച്ചുകുട്ടികളെ പോലെ? ഗൗരി രംഗം ശാന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ പണിയാകുമെന്ന് അവൾക്ക് നല്ലോണം അറിയാം. ആരടി കൊച്ചുകുട്ടികളെ പോലെ കാണിച്ചത്? ആദ്യം നീ എൻ്റെ കണ്ണിൽ കുത്തി. അത് പോട്ടെന്ന് വെച്ച് ക്ഷമിച്ചപ്പോൾ നീ എന്നെ കടിച്ചു പറിച്ചു. അവൻ കലിപ്പിൽ തന്നെയാണ് അപ്പോഴും. സോറി മഹിയേട്ടാ, ഇനി ആവർത്തിക്കില്ല. അവൾ ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി. ഇനി നീ നിന്റെ ജീവിതത്തിൽ അങ്ങനെ ആവർത്തിക്കില്ലെന്ന് എനിക്കറിയാം. എനിക്ക് തന്നതിൻ്റെ പലിശയും കൂട്ടുപലിശയും ചേർത്തായിരിക്കും നിനക്ക് തരാൻ പോകുന്നേ. അതും പറഞ്ഞുകൊണ്ട് മഹി വണ്ടി സ്റ്റാർട്ട് ചെയ്തു പോയി. കുറച്ചു ദൂരം ചെന്നിട്ടും അവൻ പൊട്ടിച്ചിരിച്ചു ഉറക്കെ. ഗൗരിമോളെ, നീ പെട്ടു. ഈ മഹി ആരാണെന്ന് നീ ഇന്നറിയും. സ്കൂളിൻ്റെ ഗേറ്റ് കടന്ന് പോകുമ്പോഴും ഗൗരിക്ക് മഹി പറഞ്ഞ വാചകങ്ങൾ ഓർത്തപ്പോൾ പേടി തോന്നി. എൻ്റെ ഗുരുവായൂരപ്പാ, ഇതേത് നേരത്താണോ അങ്ങനെ ചെയ്യാൻ തോന്നിയത്? ഓർക്കും തോറും തലയ്ക്ക് വല്ലാത്ത ഭാരം തോന്നിപ്പോയി അവൾക്ക്. അങ്ങനെ വിട്ടാലും പറ്റില്ല. വിളച്ചിലും കൊണ്ട് എൻ്റെ അടുത്ത് വന്നാലേ അയാൾ വിവരമറിയും. അല്ല പിന്നെ ഈ ഗൗരി ആരാണെന്ന് അറിയിക്കും ഞാൻ. സ്വയം മനസ്സിൽ ബലം കൊടുത്തുകൊണ്ട് ഗൗരി സ്റ്റാഫ് റൂമിലേക്ക് പോയി. ടിവിയും കണ്ടുകൊണ്ട് വെറുതെ ഇരുന്നപ്പോഴാണ് സരസ്വതി ടീച്ചറിനെ രണ്ടാമത്തെ മരുമകൾ ഹിമ വിളിക്കുന്നത്. ഹലോ മോളെ. ആ അമ്മേ, ഒറ്റയ്ക്കുള്ളൂ അല്ലേ? ആ അതെ മോളെ, ലീല വീട് വരെയും പോയിരിക്കുക. ഞാൻ അറിഞ്ഞു അമ്മേ. മഹി വിളിച്ചിരുന്നോ ഏട്ടനെ? കുഞ്ഞെവിടെ? ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. അവൾ ഉറങ്ങിയമ്മേ. ഇന്ന് ഇത്തിരി നേരത്തെ ഉണർന്നിരുന്നു. ആഹാ അമ്മേ, ഞാനൊരു കാര്യം കൂടി ചോദിക്കാൻ വിളിച്ചതാണ്. എന്താ മോളെ? മഹിയും ഗൗരിയും എങ്ങനെയാണിപ്പോൾ? സ്നേഹമൊക്കെ ആയോ അമ്മേ? അവൻ അവളോട്. ഇല്ല കുട്ടി, നേരെ നോക്കിയാൽ അവനിപ്പോഴും അവളോട് മെക്കിട്ട് കയറാൻ ചെയ്യും. ഇന്നലെ ആണെങ്കിൽ ലീല പോയത് കൊണ്ട് അടുക്കള പണിക്കൊക്കെ ആയിട്ട് ഞാൻ വേറൊരു പെണ്ണെ വിളിക്കാനിരുന്നതാ. അപ്പോഴേക്കും അവനത് തടഞ്ഞു. ഗൗരി ഉണ്ടല്ലോ ഇവിടെയെന്നും അവൻ പറയുക മോളെ. ഷോ, എന്നിട്ടോ അവൾക്ക് സങ്കടമായോ? ഗൗരി പറഞ്ഞു. ഓളെല്ലാം ചെയ്തോളാം, ആരെ ഇനി വിളിക്കേണ്ടെന്ന്. പാവമല്ലേ അമ്മേ? അതെ മോളെ, അവളൊരു പാവമായതുകൊണ്ട്. അവനിട്ടൊന്ന് പൊട്ടിക്കാനുള്ള മനസ്സ് എനിക്കുണ്ടായിരുന്നു അപ്പോഴും. സാരില്ലമ്മേ, നമുക്ക് ഒരു വഴിയുണ്ടാക്കാം. ഞാൻ അമ്മയുടെ ഒരു കാര്യം പറയട്ടെ? എന്താ മോളെ? അത് പിന്നെ അമ്മേ, അമ്മ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങോട്ട് വാ. ലീലയടത്തേയും ഇല്ലല്ലോ അവിടെ. അമ്മയും കൂടി പോന്നാൽ അവർ രണ്ടാളും കൂടി അടുക്കാൻ അതൊരു കാരണമാകും. അല്ലാതെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. ടീച്ചറൊന്ന് ആലോചിച്ചു. കാര്യം ശരിയാണ് കുട്ടി. പക്ഷേ അവൻ ചിലപ്പോഴൊക്കെ പാതിരാത്രിയിലാകും വരുന്നത്. അതുവരെ ഗൗരിമോൾ ഒറ്റയ്ക്ക്. അമ്മ ഇങ്ങനെയൊക്കെ ചിന്തിക്കാതെ അവനോട് കാര്യം പറയാൻ നമുക്ക്. നേരത്തെ വീട്ടിലെത്തിക്കോണമെന്ന് പറഞ്ഞാൽ അവന് വരാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാവണം. ഞാൻ നോക്കിയിട്ട് ഈ ഒരൊറ്റ വഴിയുള്ളൂ. അവൻ്റെ മദ്യപാനവും കുറയ്ക്കുകയും ചെയ്യാമേ. അവൾ പിന്നെയും ഓരോരോ കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ ഒന്നുകൂടെ ആലോചിക്കട്ടെ, എന്നിട്ട് നിന്നെ വിളിക്കാം മോളെ. ആ മതിയമ്മേ. എന്നിട്ട് വേണം ഏട്ടനെ കൊണ്ട് അവനെ വിളിപ്പിക്കാൻ. എനിക്കെന്തെങ്കിലും വയ്യാക്കിയാണ് കുഞ്ഞിനെ നോക്കാൻ വേണ്ടി അമ്മയെ കൊണ്ടുവരുന്നെന്ന് അവനോട് പറയാം. ആ എങ്കിൽ നീ വെച്ചോളൂ കുട്ടി. ഫോൺ വെച്ച് കഴിഞ്ഞതും ടീച്ചർ ആലോചനയോടെ ഇരുന്നു. ഹിമ പറഞ്ഞതിലും കാര്യമുണ്ട്. താനും കൂടി ഇവിടുന്ന് മാറിയാൽ ചിലപ്പോൾ. അവർ കസാരയിലേക്ക് ചാരിക്കിടന്നു. കുറേ സമയം തിരിഞ്ഞും മറിഞ്ഞും ആലോചിച്ചു. എന്നിട്ട് അവർ ഫോൺ എടുത്ത് ഹിമയെ വിളിച്ചു. ഹലോ അമ്മേ. ആ മോളെ, അമ്മ എന്ത് തീരുമാനിച്ചു? വരുന്നുണ്ടോ ഇങ്ങോട്ട്? ആ എന്നാൽ പിന്നെ ഞാൻ അവിടേക്ക് വരാം. ഇനി ഒരു പക്ഷേ എല്ലാം നല്ലതിനാണെങ്കിലോ?
എല്ലാം ശരിയാക്കും അമ്മേ. ഞാനേ മഹി എന്ന് വിളിക്കട്ടെ, എന്നിട്ട് നമ്മുടെ രാജീവൻ ചേട്ടനെ കൂട്ടി ഇങ്ങോട്ട് പുറപ്പെട്ടോളൂ. ഹിമിയാണെങ്കിൽ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ എല്ലാം അമ്മയോട് പറഞ്ഞു. മഹി വിളിക്കുമ്പോൾ ഇങ്ങനെ തന്നെ പറയണം എന്നും വേറെ ആരും മാറിയതെന്നും അവരെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഫോൺ വെച്ചു. ടീച്ചറമ്മ സ്കൂളിലേക്ക് വിളിച്ചു പറഞ്ഞതിന് പ്രകാരം ഗൗരി ഉച്ചയ്ക്ക് ലീവ് എടുത്ത് വീട്ടിലേക്ക് വന്നു. ടീച്ചറിനെ എന്തെങ്കിലും വയ്യേക്ക് വന്നോ എന്നവൾ ആദ്യം പേടിച്ചു. വേഗം തന്നെ അവരെ ഫോൺ വിളിക്കുകയും ചെയ്തു. കുഴപ്പമില്ലെന്ന് അറിഞ്ഞപ്പോഴാണ് അവൾക്ക് സമാധാനമായത്. മുറിയിലേക്ക് വന്ന ഗൗരി കണ്ടത് തൻ്റെ ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചറിനെയാണ്. ടീച്ചറമ്മേ, അവൾ ഉറക്കെ വിളിച്ചു. ആ, മോള് വന്നോ? അവർ അവളെ നോക്കി പുഞ്ചിരിച്ചു. ഇതെങ്ങോട്ടാ? എല്ലാം പാക്ക് ചെയ്തുവല്ലോ. അത് മോളെ, ഞാൻ കുറച്ച് ദിവസം സിദ്ധുവിൻ്റെ അടുത്തേക്ക് പോവുക. ബാംഗ്ലൂരിലോ? അവൾ അന്താളിച്ചു. അതെ മോളെ, ഹിമയ്ക്ക് ചിക്കൻ പോക്സ് ആണ്. സിദ്ധുവിന് ജോലിക്ക് പോകണം. അവൾക്ക് തീരെ വയ്യ. കുഞ്ഞിൻ്റെ കാര്യം നോക്കാൻ പോലും അവളുടെ അച്ഛനും അമ്മയും ഒക്കെ അവളുടെ ചേട്ടൻ്റെ കൂടെ ദുബായിലല്ലേ മോളെ. അതുകൊണ്ട് എന്നോട് 2 മാസത്തേക്ക് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. വണ്ടിയെല്ലാം അവൻ വിളിച്ച് റെഡിയാക്കി. കേട്ടത് വിശ്വസിക്കാനാവാതെ വിഷമിച്ച് നിന്ന് പോയി ഗൗരി. ടീച്ചറമ്മ പോയാ താൻ ഇവിടെ ഒറ്റയ്ക്ക്? ഓർത്തപ്പോൾ അവൾക്ക് സങ്കടം വന്നു. പക്ഷേ തനിക്ക് എതിർത്തൊന്നും പറയാനും പറ്റില്ല. കാരണം ഏട്ടത്തിക്ക് വയ്യാതെ കിടക്കുന്നു. അവൾ വിഷമത്തോടെ അവരെ നോക്കി. എൻ്റെ കുട്ടിക്ക് സങ്കടമായോ? സരസ് ടീച്ചർ എഴുന്നേറ്റ് വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. കുഴപ്പമില്ല ടീച്ചറെ, പോകാതെ വേറെ നിർവാഹമില്ലല്ലോ. പോയിട്ട് പെട്ടെന്ന് വരാം മോളെ. അവൾക്ക് വയ്യാത്തത് കൊണ്ടല്ലേ. പിന്നെ കുഞ്ഞിൻ്റെ കാര്യം കൂടി ഓർക്കുമ്പോൾ. ടീച്ചറെല്ലാം പാക്ക് ചെയ്തോ? എൻ്റെ കുറച്ച് ഡ്രസ്സെല്ലാം എടുത്തു വെച്ചു. പിന്നെ ആ ദിവാകരനെ വിളിപ്പിച്ച് കിഴക്ക് വശത്തുനിന്ന് 2 കിലോ വെട്ടി വെപ്പിച്ചു. അതേയുള്ളൂ. കഴിഞ്ഞ ദിവസമല്ലേ എല്ലാവരും ഇവിടെ നിന്ന് പോയത്. മഹിയുടെ കാർ വന്ന് മുറ്റത്ത് നിന്നതും ടീച്ചറിൻ്റെ ഉള്ളിൽ പെരുമ്പറ കൊട്ടി. അവൻ ബഹളം കൂട്ടും. അതവർക്ക് നന്നായി അറിയുകയും ചെയ്യാം. എല്ലാം വരുന്നിടത്ത് വെച്ച് തന്നെ കാണാനുള്ള കണക്കുകൂട്ടലിൽ ടീച്ചർ കട്ടിലിൽ തന്നെ ഇരുന്നു. അമ്മേ, അല്പം ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് അവൻ കയറി വന്നത്. സിദ്ധിവട്ടം വിളിച്ചിരുന്നോ? അമ്മ ബാംഗ്ലൂർക്ക് പോവാണോ? അവൻ മുറിയിലേക്ക് വന്ന് ടീച്ചറിനോട് ചോദിച്ചു. ആഹാ, അമ്മ പോകാനായി റെഡിയായിരിക്കുവാണോ? എല്ലാം പാക്ക് ചെയ്ത് വരെ വെച്ച് കഴിഞ്ഞല്ലോ. ടീച്ചറിനെ നോക്കി ദേഷ്യത്തിൽ മഹി ചോദിച്ചു. ഹിമ വയ്യാതെ കിടക്കല്ലേ മോനെ? അവൾ ആ കുഞ്ഞിനെയും വെച്ച് ആകെ വലഞ്ഞു. ആരെങ്കിലും ചെന്നില്ലെങ്കിൽ മോശമല്ലേ? അവളുടെ വീട്ടിൽ നിന്നും ഇപ്പോൾ ആരാണ് പോകാനുള്ളത്? സിദ്ധി വിളിച്ചപ്പോൾ പിന്നെ എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയില്ലായിരുന്നു. വളരെ നിഷ്കളങ്കമായ ഭാവത്തിൽ തന്നെ ടീച്ചർ മകന് മറുപടി നൽകി. അമ്മ പോയാൽ പിന്നെ ഇവിടെ ഇവൾക്കാരാണ് കൂട്ട്? ഞാൻ മിക്കവാറും വരുന്നത് പാതിരാത്രിയാകും. ഗൗരി ചൂണ്ടിയാണ് മഹി അമ്മയോടത് ചോദിച്ചത്. മോനെ, നീ കുറച്ച് ദിവസത്തേക്ക് ഇത്തിരി നേരത്തെ എത്തണം. അമ്മ പോയിട്ട് വേഗം തിരിച്ചു വരാം. ഗൗരി മോളെ, നീ ഒറ്റയ്ക്കാക്കരുത്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് ഓഫീസിൽ 100 കൂട്ടം ജോലികളുണ്ട്. ചിലപ്പോൾ പെട്ടെന്നാകും ഓരോരോ ബിസിനസ് ട്രിപ്പുകൾ ആവശ്യമായി വരുന്നത്. ഇവിടെ അവൾക്ക് കൂട്ടിരുന്നാൽ എൻ്റെ ജോലിയെല്ലാം ആര് നോക്കും? അവൻ ഷൂഫിതനായി. എൻ്റെ മഹിക്കുട്ടാ, 1 മാസത്തെ കാര്യമില്ലുള്ളൂ. നീ എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്യൂ. ഇതിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ മോനെ? വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടല്ലേ. എൻ്റെ കാര്യത്തെ വിഷമിക്കേണ്ട ടീച്ചറമ്മേ. ഞാൻ കുറച്ച് ദിവസത്തേക്ക് വീട്ടിലേക്ക് പൊയ്ക്കോളാം. ഗൗരി അത് പറയുകയും മഹിയും ടീച്ചറമ്മയും ഒരുപോലെ ഞെട്ടി. രണ്ടാളെയും ഒരുമിപ്പിക്കുവാനാണ് തൻ്റെ യാത്ര പോലും. അപ്പോഴാണ് ഗൗരി പറയുന്നത് അവൾ സ്വന്തം വീട്ടിലേക്ക് തിരികെ പൊയ്ക്കോളാമെന്ന്. അതൊന്നും വേണ്ട മോളെ, മഹി എത്തിക്കോളും. ടീച്ചറേ, മുറ്റത്തുനിന്നും രാജീവൻ ഉറക്കെ വിളിച്ചു. മഹിയുടെ ഡ്രൈവറാണ് രാജീവൻ. അയാളെ വിളിച്ച സിദ്ധു വണ്ടി ഏർപ്പാടാക്കിയിരുന്നു. മഹിയെ ഒരു പ്രകാരത്തിൽ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് ടീച്ചർ പോകാനായി തയ്യാറായി. ഗൗരിയാണ് അവിടെ ബാഗെടുത്ത് വണ്ടിയിൽ കൊണ്ടുപോയി വെച്ചത്. അവളെ ചേർത്ത് പിടിച്ച് നേർക്കയിൽ ഒരു മുത്തം കൊടുത്തിട്ട് ടീച്ചർ മഹിയെ അവിടെ അരികിലേക്ക് വിളിച്ചു. മോനെ, അമ്മ പോകുന്നതിൽ നിനക്ക് ദേഷ്യമുണ്ടെന്നറിയാം. പക്ഷേ അവസ്ഥ ഇതായി പോയില്ലേ. നീ നേരത്തെ വന്നിരിക്കണം എല്ലാ ദിവസവും. ഈ കുട്ടിയെ ഒറ്റയ്ക്കാക്കരുത്. കൂടുതൽ പറയാൻ നിന്നാൽ മകൻ പിന്നെയും ദേഷ്യത്തിൽ എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് കരുതി ടീച്ചർ അത്രയും പറഞ്ഞുകൊണ്ട് വണ്ടിയിലേക്ക് കയറി. വൈകാതെ അവിടെ വണ്ടി ഗേറ്റ് കടന്നു പോയി. മിഴികൾ തുടച്ചുകൊണ്ട് ഗൗരി റൂമിലേക്ക് കയറിപ്പോയപ്പോൾ മഹി ബെഡിൽ കിടക്കുകയാണ്. അവൾ കുളിച്ചു മാറാനുള്ള ഡ്രസ്സും എടുത്തുകൊണ്ട് നേരെ വാഷ്റൂമിലേക്ക് പോയി. താനും മഹിയേട്ടനും ഒറ്റയ്ക്ക്, അതും 2 മാസം. ഓർക്കുമ്പോൾ വല്ലാത്ത ഒരു ഭയം വന്ന് പൊതിയും പോലെ. കുറേയേറെ വെള്ളം തലയിൽ കോരി ഒഴിച്ചിട്ടും ഗൗരിക്ക് മതിയാവുന്നില്ല. ഇനി എന്തൊക്കെ സംഭവിക്കും എൻ്റെ ഈശ്വരാ? എൻ്റെ ജീവിതം ഇനിയും പരീക്ഷണത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണോ നീ? കുളി കഴിഞ്ഞ് ഈറൻ മുടി തുവർത്തിക്കൊണ്ട് അവൾ മുറിയിലേക്ക് വന്നു. മഹിയപ്പോൾ എന്തോ തിരിയുകയാണ്. അവളെ കണ്ടതും അവൻ അടിമുടി ഗൗരി എന്ന് നോക്കി.
വല്ലതെ ചൂളിപ്പോകും പോലെയാണ് അവൾക്കപ്പോൾ തോന്നിയത്. അവൾ മെല്ലെ മുഖം കുനിച്ചു. ഡി. അല്പം മുറക്കെ മഹി വിളിച്ചതും ഗൗരി ഞെട്ടിക്കൊണ്ട് മുഖമുയർത്തി. മുറിവിന് പുരട്ടുന്ന ഓയിൽമെൻ്റ് ഉണ്ടോ ഇവിടെ? അവൻ ഗൗരവത്തിൽ ചോദിച്ചു. പെട്ടെന്ന് അവൾ ബെറ്റാഡിൻ സൊല്യൂഷനും ക്രീമും എടുത്തു. എന്ത് പറ്റിയേട്ടാ? എവിടെയാണ് മുറിഞ്ഞത്? അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു. നിനക്കൊന്നും അറിയില്ല അല്ലേ? മഹി ബെഡിലേക്ക് ചെന്നിരുന്നു. എന്നിട്ട് തൻ്റെ ഇന്നർ ബെനിൻ അല്പം താഴ്ത്തിയിട്ട് മഹി അവളെ നോക്കി. താൻ കടിച്ച പാട് വല്ലതെ തിണർത്ത് കിടക്കുന്നു. രാവിലെ കണ്ടതിലും നന്നായി വീങ്ങിയിരിക്കുന്നു. ഗൗരിക്ക് അത് കണ്ടതും എന്തോ ഒരു കുറ്റബോധം തോന്നി. അവൾ മുഖം കുനിച്ചു. തേച്ച് താടി. അവൻ ഒച്ച വെച്ചതും ഗൗരി അവൻ്റെ അരികിലേക്ക് ചെന്ന് നിന്നു. എന്നിട്ട് സൊല്യൂഷൻ ഉപയോഗിച്ച് അതൊന്ന് തുടച്ചു. ആ. മഹിക്ക് വല്ലാത്ത നീറ്റൽ തോന്നിയതും ഗൗരി കൈ പിൻവലിച്ചു. വേദനയുണ്ടോ ഏട്ടാ? അവളെ ശബ്ദം ചിലമ്പിച്ചു. മിണ്ടരുത് നീ ഒരക്ഷരം പോലും. അവൻ പല്ല് കടിച്ച് പിടിച്ചുകൊണ്ട് ഗൗരി നോക്കി പറഞ്ഞു. ഒരു തരത്തിൽ അവൾ ക്രീമും കൂടി എടുത്ത് പുരട്ടി. എന്നിട്ട് തിരികെ പോകാനായി ഭാവിച്ചതും പെട്ടെന്ന് മഹി അവളുടെ കൈക്ക് കയറി പിടിച്ചു. അങ്ങനെ ഇങ്ങ് പോയാലോ? ഈ വേദന നീ കൂടി അറിയണം, എന്നാലേ എനിക്കൊരു സമാധാനം കിട്ടുകയുള്ളൂ. അതും പറഞ്ഞുകൊണ്ട് അവൻ അവളെ പിടിച്ച് ബെഡിലേക്ക് ഇട്ട് കഴിഞ്ഞിരുന്നു. മഹി ബെഡിൽ ഇരുന്നു കൊണ്ട് ഇരു കൈകളും അവളുടെ ഇരുവശത്തുമായി വെച്ചു. ഗൗരി ശ്വാസം വരെയും പിടിച്ചു വെച്ചുകൊണ്ടാണ് കിടക്കുന്നത്. എന്താടി നീ ആലോചിക്കുന്നത്? ഇനിയും എന്നെ കടിച്ചു പറിക്കാനാണോ അതോ കണ്ണിൽ കുത്താനോ? അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. നിസ്സഹയെ കിടക്കുകയാണ് ഗൗരി. എന്താണ് അവനോട് പറയേണ്ടതെന്ന് പോലും ഗൗരിക്ക് അറിയില്ല. നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ? അത് പിന്നെ മഹിയേട്ടാ, പെട്ടെന്നുണ്ടായി ഉൾപ്രേരണയിലാണോ നീ ഇങ്ങനെ പോക്കൃത്തരം കാട്ടിയത്? അല്ലെന്ന് അവൾ ചുമല് കൂച്ചി. പിന്നെ മഹിയേട്ടാ, എനിക്കിങ്ങനെ കിടക്കാൻ വയ്യ, ഒന്ന് മാറുമോ? അവനെ നോക്കി വിഷമത്തോടെ ഗൗരി ചോദിച്ചു. അതിന് നിന്നെ ഞാനൊന്ന് തൊട്ടിട്ട് പോലും ഇല്ലല്ലോ. പിന്നെ നിനക്കെന്താ ഇത്ര പ്രോബ്ലം? കുറച്ച് സമയം കൂടി ഇങ്ങനെ കിടന്നാ ഞാൻ ശ്വാസം മുട്ടി മരിക്കും, അതുകൊണ്ടാണ്. ആഹാ, എങ്കിലായിക്കോ, ബാക്കി കാര്യങ്ങൾ ഞാനും ചെയ്തോളാം. അവൻ എഴുന്നേറ്റ് നിന്ന് തൻ്റെ ഇരു കൈകളും ഒന്ന് വലിച്ചു കുടഞ്ഞു. ആ തക്കം നോക്കി ഗൗരി എഴുന്നേൽക്കാൻ തുനിഞ്ഞതും മഹി ബെഡിലേക്ക് കിടന്നുകൊണ്ട് അവളെ പിടിച്ച് തൻ്റെ ദേഹത്തേക്കിട്ടു. ഗൗരി കണ്ണുകൾ ഇറുക്കി അടച്ചു. കണ്ണ് തുറക്കടി, അവൻ 2-3 തവണ പറഞ്ഞു കഴിഞ്ഞാണ് അവൾ കണ്ണ് തുറന്നത്. ഹോ, കാണുന്നത് പോലെ അല്ല കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട് നീ. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് വണ്ണം വശലോ. മഹി നെറ്റിച്ച് വിളിച്ചുകൊണ്ട് പറഞ്ഞു. മഹിയേട്ടാ, വിളക്ക് കൊളുത്താറായി, എന്നെ ഒന്ന് വിടുന്നുണ്ടോ? ഗൗരി ശബ്ദം താഴ്ത്തി. ഇല്ലെങ്കിലോ? പ്ലീസ്, നിന്നോട് ഞാൻ കാലത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ആ വാക്ക് പാലിക്കണ്ട എനിക്ക്. അവളുടെ താടിയിൽ പിടിച്ചുകൊണ്ട് മഹി ചോദിച്ചു. ഇനി ഇങ്ങനെയൊന്നും ആവർത്തിക്കില്ല, സത്യം. പെട്ടെന്നവൾ തൻ്റെ വലത് കൈയെടുത്ത് മഹിയുടെ തലയിൽ വെച്ചു. ദേ പെണ്ണേ, കള്ളസത്യം ചെയ്ത് എൻ്റെ തല പൊട്ടിക്കാനാണോ നിന്റെ പദ്ധതി? അല്ല, സത്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഗൗരിക്ക് ശബ്ദം ഇടറിയത് മഹിക്ക് വിഷമമായി. ഉറപ്പാണോ? ആ, ഉറപ്പാ. എൻ്റെ ഗുരുവായൂരപ്പനാണെങ്കിൽ സത്യം. ശരി. അവൻ കൈകൾ അയച്ചതും ഗൗരി ആശ്വാസത്തോടെ എഴുന്നേറ്റു. ഇത്രയും സമയം അവൻ്റെ നെഞ്ചിലാണല്ലോ കിടന്നത് എന്നോർത്തപ്പോൾ ഒരു ജാളിത തോന്നിയെങ്കിലും താൻ വിചാരിച്ചതുപോലെ മഹിയേട്ടൻ ഒന്നും ചെയ്തില്ലല്ലോ എന്നോർത്ത് അവൾ സമാധാനപ്പെട്ടു. അവൻ്റെ നെഞ്ചിലെ പാട് കാണുന്തോറും എന്തു വല്ലാത്തൊരു വിഷമം പിന്നെയും പിന്നെയും തന്നെ പൊതിയുന്നത് പോലെ. വേണ്ടായിരുന്നു, കഷ്ടമായിപ്പോയി. മഹി എഴുന്നേറ്റ് ഫോൺ എടുത്തുകൊണ്ട് ആരെയോ വിളിക്കാനായി ബാൽക്കണിയിലേക്ക് പോവുകയായിരുന്നു. മഹിയേട്ടാ, ഗൗരി വിളിച്ചതും അവൻ തിരിഞ്ഞു നോക്കി. ഇപ്പോൾ കരയുന്ന പോലെ നിൽപ്പുണ്ട് പെണ്ണ്. ഈശ്വരാ, ഇത് ഇവൾക്ക് എന്തു പറ്റി? അവൻ അവളുടെ അടുത്തേക്ക് വന്നു. എന്താ, എന്തു പറ്റി ഗൗരി? അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല, സംഭവിച്ചു പോയി, മാപ്പ്. ഇനി അതിൻ്റെ പേരിൽ എന്നോട് അങ്ങനെ ദേഷ്യത്തിലൊന്നും പെരുമാറരുത് പ്ലീസ്. പെട്ടെന്ന് അവൾ കുനിഞ്ഞ മഹിയുടെ കാലിലൊന്ന് പിടിച്ചു. എന്നിട്ട് എഴുന്നേറ്റ് വെളിയിലേക്ക് പോകാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. കണ്ണ് നിറഞ്ഞ് തുളുമ്പി നിൽക്കുകയാണ് ഗൗരി. ശരി, നിനക്ക് ഒരു പ്രായശ്ചിത്തം ചെയ്യാൻ ഞാനൊരു അവസരം തരട്ടെ? അവൻ ചോദിച്ചു. എന്താണെന്ന അർത്ഥത്തിൽ ഗൗരി മഹിയെ നോക്കി. എനിക്ക് വല്ലാത്തൊരാഗ്രഹമുണ്ട്. നിന്നെ കണ്ട നാൾ മുതൽ ഒന്നുമല്ല, കുറച്ചായിട്ട് അതിങ്ങനെ മനസ്സിൽ കിടന്ന് കൊളുത്തി വലിക്കുന്നു. അത് നീ എനിക്ക് സാധിച്ചു തരണം, പറ്റുമോ? മഹി ഗൗരിയോട് ചോദിച്ചു. ദൈവമേ, ഇനി സിനിമയിലൊക്കെ കാണും പോലെ ആ മുറിൽ വല്ലതും ഉമ്മയും കൊടുക്കാൻ പറയൂ ഈശ്വരാ. ഇത് തന്നെയാകും, ഗൗരി ഓർത്തു. ഡി. അവൻ വിളിച്ചപ്പോൾ അവൾ ഞെട്ടി. ഞാൻ പറയുന്നത് വല്ലതും നീ കേട്ടോ? കേട്ടില്ല. അല്ല, കേട്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. വേണ്ട, എനിക്ക് മനസ്സിലായി. എന്ത്?
ഈ കുറി അവന് സംശയമായി. ഏ ഞാൻ ആഗ്രഹിച്ചത് ഇവളെങ്ങനെ അറിഞ്ഞു? നിനക്ക് എന്താണ് മനസ്സിലായത്? അത് ഇനി പിന്നെ ഗൗരി ഉമ്മീന്നിലിറക്കി. പറയടി എന്താണെന്ന്. അത് പിന്നെ ഞാനങ്ങനെ ചെയ്തുകൊണ്ട് എന്നെക്കൊണ്ട് അവിടെ ഉമ്മ വെപ്പിക്കാനല്ലേ, ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ? പെട്ടെന്ന് അവൾ ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു. മഹി അവളെ നോക്കി ചിരിച്ചു പോയി. ഗൗരി തൻ്റെ പുരികം രണ്ടും ചുളിച്ചുകൊണ്ട് അവനെ നോക്കി. അപ്പോൾ അതല്ലേ? ഏത്? മണ്ണാങ്കട്ട, നിന്നോട് ഇത്രയും താഴ്മയും ഒരുമ്മയും യാചിക്കേണ്ട ഗതികേടൊന്നും ഈ മഹിക്കില്ല. നിനക്ക് സൗകര്യമുള്ളപ്പോൾ തന്നാൽ മതി. ഇത് അതൊന്നുമല്ല, വേറൊരു കാര്യമാണ്. നിനക്ക് ഈസി ആയിട്ട് പറ്റിക്കുകയും ചെയ്യും. അവൻ കസാരയിലിരുന്നു. അയ്യോ, അപ്പോൾ അതല്ലേ? ഏത്? ഒന്നും മിണ്ടാതിരിക്കും പെണേ, ഇത് നിനക്ക് പറ്റുന്നതാണ്. എൻ്റെ ദേഹത്തു നിന്ന് തൊടുന്ന കാര്യമല്ലല്ലോ. ഗൗരി വീണ്ടും ചോദിച്ചു. ഞാൻ തൊടില്ല, നീ എന്നെ തൊടാതെ ഇരുന്നാൽ മതി പോരെ? എന്നാ സമ്മതിക്കാം. ഉറപ്പാണോ? വീണ്ടും ആലോചനയുടെ ഗൗരി സമ്മതം പൊളി. എടി, അത്രയ്ക്ക് വലിയ സംഭവമൊന്നുമല്ല, നീ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടാനും മാത്രം. അവനൊരു ഷർട്ട് എടുത്തിട്ടുകൊണ്ട് ഗൗരിയോട് പറഞ്ഞു. എവിടെ പോകുക? ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ? അവൻ വേഷം മാറുന്നത് കണ്ട് ഗൗരി മഹിയെ തന്നെ ഉറ്റുനോക്കി. നീയും ഒറ്റയ്ക്കൊന്നുമല്ല, നമ്മൾ രണ്ടാളും കൂടിയേ പോവുക. എവിടേക്ക്? അതൊക്കെ പറയാം. നീ വേഗം ഒരു ചുരിദാർ എടുത്തിട്ട് എന്നിട്ട് വിളക്ക് കൊടുത്ത്, സമയം പോകുന്നു. മഹി ക്ലോക്കിലേക്ക് നോക്കി. സമയം 5:30. വിളക്കി വെക്കാറായില്ലേട്ടാ. പിന്നെ നീ കുറച്ച് മുന്നേ പറഞ്ഞതോ? അത് ഞാൻ രക്ഷപ്പെടാൻ. ഗൗരി അവനെ നോക്കിയെന്ന് ചിരിച്ചു. എന്നാ നമുക്കൊരു മണിക്കൂറിൽ വരാം. നീ ഡ്രസ്സ് മാറ്. മഹി പുറത്തേക്ക് പോയി. ഈശ്വര, എന്താണ് ഇങ്ങയുടെ ഉള്ളിൽ? സമ്മതിച്ച് പോവുകയും ചെയ്തു. ഗൗരി വേറെ നിർവാഹമില്ലാതെ ഒരു പിങ്ക് നിറമുള്ള സൽവാർ എടുത്തിട്ടു. താഴേക്ക് ചെന്നപ്പോൾ അവൻ ഉമ്മർത്തുണ്ട്. പോകാം? അവൻ ഗൗരി നോക്കി ചോദിച്ചു. എവിടേക്കേട്ടാ? അവൾ വിഷമത്തോടെ മഹിയെ നോക്കി. വാ, ഒക്കെ പറയാം. അവൻ ഡോർ ലോക്ക് ചെയ്തുകൊണ്ട് കാറിൻ്റെ ചാവി വിരൽമേലിട്ട് കറക്കി പോർച്ചിലേക്ക് നടന്നു. പിന്നാലെ ഗൗരിയും.